DCC ഓഫീസിൽ ചാണ്ടി ഉമ്മൻ എത്തിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാത്തത് വിവാദമായതിന് പിന്നാലെയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ DCC ഓഫീസിൽ എത്തിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ തന്നെ നേരത്തെ ചാണ്ടി ഉമ്മനെ പങ്കെടുക്കാത്തതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ പരാതിയുമായി രംഗത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ DCC പ്രസിഡന്റിനെ കാണാനെത്തിയിരിക്കുന്നത്. നേരിട്ട് ക്ഷണിച്ചിട്ടും എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നറിയില്ല, ഇത് ചോദിക്കും എന്ന് DCC പ്രസിഡന്റ് തന്നെ പറഞ്ഞതുമാണ്. ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയ്ക്ക് ചാണ്ടി ഉമ്മൻ എത്തിയിരിക്കുന്നു. ഒപ്പം രമ്യ ഹരിദാസിനെയും നമുക്ക് കാണാം. വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് DCC ചാണ്ടി ഉമ്മനോട് വിശദീകരണം ചോദിക്കലെത്തിയത്. ഒരാഴ്ച മുൻപ് ക്ഷണിച്ചിരുന്നു എന്നാണ് നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. പക്ഷെ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നതായിരുന്നു ചാണ്ടി ഉമ്മന്റെ വിശദീകരണം, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച പ്രതികരണം. പക്ഷെ അത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും തള്ളുകയായിരുന്നു. KPCCക്കും AICCക്കും പരാതി നൽകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് സൗത്ത് മണ്ഡലം പ്രസിഡന്റ് PP റമീസ് തന്നെ പറഞ്ഞത്. DCC നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തു. മാധ്യമങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നായിരുന്നു നേരത്തെ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. പക്ഷേ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിച്ചു എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പക്ഷം. ഇപ്പോൾ AK അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, വിവാദങ്ങൾക്കൊടുവിലിതാ ചാണ്ടി ഉമ്മൻ എത്തിയിരിക്കുകയാണ് DCC ഓഫീസിൽ. പ്രവീൺ കുമാറിനെ കാണുകയും ചെയ്യുന്നു. രമ്യ ഹരിദാസും ഒപ്പമുണ്ട്. എന്തുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നത് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിശദീകരണം ചാണ്ടി ഉമ്മൻ നൽകുമല്ലേ? തീർച്ചയായിട്ടും നേരത്തെ DCC പ്രസിഡന്റ് തന്നെ ഇക്കാര്യത്തിൽ ചാണ്ടി ഉമ്മനെ ടെലിഫോണിൽ വിളിക്കുകയും ഇക്കാര്യത്തിൽ വിശദീകരണം എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ DCC ഓഫീസിലെത്താനുള്ള ഒരു നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ ചാണ്ടി ഉമ്മനോട് പരിപാടികൾ, അതായത് സൗത്ത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശം DCC പ്രസിഡന്റ് തന്നെയായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നു. എന്തുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്? പ്രധാനമായും ഇത് ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാത്ത എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു പരാതി മണ്ഡലം കമ്മിറ്റി DCC പ്രസിഡന്റ് അടക്കം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചാണ്ടി ഉമ്മനോട് വിശദീകരണം തേടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ തന്നെ ചാണ്ടി ഉമ്മനോട് ഇവിടേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഏതായാലും കോഴിക്കോട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ DCCയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം DCC പ്രസിഡന്റിനോട് വിശദീകരിക്കുകയാണ്. കാരണം അദ്ദേഹം നേരത്തെ പറയുന്നത് നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വിദേശത്ത് നിന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് എയർപോർട്ടിലെത്തിയത്. അതിനുശേഷം കോഴിക്കോട് എത്തുമ്പോൾ സമയം വൈകി, പിന്നീട് ഉറങ്ങിപ്പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും അദ്ദേഹം DCC പ്രസിഡന്റിനോട് പറയുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വലിയ തരത്തിൽ കോൺഗ്രസിനകത്ത് വലിയ രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വരുമ്പോൾ, ഗ്രൂപ്പ് തർക്കവുമായി ബന്ധപ്പെട്ട് ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചാണ്ടി ഉമ്മൻ ഈ കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മണ്ഡലം കമ്മിറ്റി തന്നെ രംഗത്ത് വരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ ചാണ്ടി ഉമ്മനെ വിളിക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാണ് പ്രധാനമായും നേതാക്കൾ പ്രതികരിക്കാൻ പോകുന്നതെന്ന് നിർണായകമാണ്. തീർച്ചയായും മാധ്യമങ്ങൾക്ക് മുൻപിൽ എല്ലാം പറഞ്ഞു തീർത്തു എന്നത് തന്നെയായിരിക്കും പറയുക. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ വിദേശത്ത് പോയി തിരിച്ചെത്താൻ വൈകി രാവിലെ എന്നതാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പ്രധാനമാണ്. തന്നെ ക്ഷണിച്ചിരുന്നില്ല, അങ്ങോട്ട് വിളിച്ച് താൻ പങ്കെടുക്കാം പരിപാടിയിൽ എന്ന് പറഞ്ഞതാണ്. പിന്നീട് നേരം വൈകിയാണെങ്കിലും താൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പരിപാടി തീർന്നു എന്ന് അവിടുന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അഭിലാഷ ഒരാഴ്ച മുൻപ് ക്ഷണിച്ചതാണ്, എന്നിട്ടും പങ്കെടുക്കില്ല എന്നറിയിച്ചു. ഇപ്പോൾ മാധ്യമങ്ങളെ കുറ്റം പറയുകയാണ് ചാണ്ടി ഉമ്മൻ. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന DCC അധ്യക്ഷന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തവുമായിരുന്നു. തീർച്ചയായിട്ടും DCC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ കണിശമായ നിലപാടാണ് സ്വീകരിച്ചത്. കാരണം താൻ തന്നെ നേരിട്ട് വിളിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ച ഒരു പരിപാടിയിൽ നിന്നാണ് ചാണ്ടി ഉമ്മൻ മാറുന്നത്. അക്കാര്യത്തിൽ DCC പ്രസിഡന്റ് വലിയ തരത്തിൽ അമർഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് DCC പ്രസിഡന്റ് നേരത്തെ അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് DCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ തന്റെ ബുദ്ധിമുട്ട്, തന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചാണ്ടി ഉമ്മനെ വിളിച്ചറിയിക്കുകയും ഇക്കാര്യത്തിൽ എന്താണ് തങ്ങൾക്ക് നൽകാനുള്ള വിശദീകരണം എന്നുള്ള കാര്യം ചോദിച്ചറിയുകയും ചെയ്ത് അത് ടെലിഫോണിൽ ഒരു വിശദീകരണം നൽകുകയല്ല
വേണ്ടത്. DCC ഓഫീസിൽ എത്തിയതിനു ശേഷം അത്തരത്തിലൊരു വിശദീകരണം ലഭിക്കണമെന്നൊരു ആവശ്യമാണ് DCC പ്രസിഡന്റ് ഭാഗത്തുണ്ടായത്. ഒരു കണിശമായ നിലപാട് തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഇവിടെ എത്തുകയും ചെയ്തിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ കോഴിക്കോട് എത്തിയിരിക്കുന്നത് 5 മണിയോട് കൂടി മാത്രമാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നില്ല എന്ന് കൂടി ചാണ്ടി ഉമ്മൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഗണ്ണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് തന്നെ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വരുന്നു. കാരണം ഒരാഴ്ച മുമ്പ് തന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ പങ്കെടുക്കാതിരുന്ന കാരണം എന്താണ് എന്നാണ് അവരും ചോദിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പരാതി AICCക്കും KPCCക്കും അതോടൊപ്പം തന്നെ DCCക്കും അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള വിശദീകരണമാണ് ഇപ്പോൾ തേടുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സമരപരിപാടികളുമായാണ് UDF മുന്നോട്ട് പോകുന്നത്. രമ്യ ഹരിദാസ് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെത്തത് രമ്യ ഹരിദാസ് ആണ് എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. രമ്യ ഹരിദാസ് പരിപാടി പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ രാവിലെ 7 മണിക്ക് നിശ്ചയിച്ചിരുന്ന പരിപാടി ചാണ്ടി ഉമ്മൻ പങ്കെടുക്കുമെന്ന് കരുതി നീട്ടി 9 മണിക്കാണ് തുടങ്ങിയത്. രമ്യ ഹരിദാസ് 9 മണിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായും രമ്യ ഹരിദാസിനോട് നമ്മൾ ചോദിച്ചിരുന്നു. രമ്യ ഹരിദാസ് നേരത്തെ 18-ാം തീയതി പരിപാടിയിൽ പങ്കെടുക്കുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ പിന്നീട് അത് 20-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. അത് പ്രകാരമാണ് ഇവിടേക്ക് എത്തിയെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിൽ എത്തിക്കൊണ്ട് തന്നെ അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് എത്താതിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിശദീകരണവും അവരുടെ ഭാഗത്തും വരുന്നില്ല. ഏതായാലും രണ്ട് നേതാക്കളെയും ഒരുമിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധ നേടാനുള്ള ശ്രമം തന്നെയായിരുന്നു DCCയുടെ ഭാഗത്തുണ്ടായത്. ആ പരിപാടിയാണ് ഈ രീതിയിൽ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾ വന്നു എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. കാരണം T സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ പങ്കെടുക്കരുത് എന്നുള്ള നിർദ്ദേശിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഗ്രൂപ്പ് തർക്കം തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ പോലും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണം തേടാൻ DCC നേതൃത്വം നിർബന്ധിതമായിരിക്കും എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ DCC ഇക്കാര്യത്തിൽ കണിശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തീരുമാനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് DCC പ്രസിഡന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടെലിഫോണിലൂടെയുള്ള വിശദീകരണമല്ല വേണ്ടത്, നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം വേണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം ചാണ്ടിയുമ്മനോട് തന്നെ, ചാണ്ടിയുമ്മനെ പോലുള്ള ഒരു നേതാവിനോട് തന്നെ ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചാണ്ടിയുമ്മനോട് ഇവിടേക്ക് നേരിട്ട് എത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ശേഷം ചാണ്ടിയുമ്മൻ നേരിട്ട് ഇപ്പോൾ DCC ഓഫീസിലെത്തുകയും DCC പ്രസിഡന്റുമായി ചർച്ച നടത്തുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ തനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്യണം. ഏതായാലും നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പറഞ്ഞതിന് വിഭിന്നമായി മറുവശമായി ആണ് നേരത്തെ ചാണ്ടിയുമ്മന്റെ ഭാഗത്ത് പ്രതികരണം വന്നിരിക്കുന്നത്. താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കാര്യത്തിലൊക്കെയുള്ള ഒരു വിശദീകരണമായിരിക്കും അദ്ദേഹം നൽകുക. ഏതായാലും DCC പ്രസിഡന്റ് ഇടപെട്ടുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു എന്നുള്ള കാര്യം പ്രവീൺ കുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ തനിക്ക് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. അതുകൂടി അതിന്റെ വിശദീകരണമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതെന്നാണ് പ്രവീൺ കുമാർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 10 മിനിറ്റോളമായി ഇപ്പോൾ ചാണ്ടി ഉമ്മൻ DCC ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. രമ്യ ഹരിദാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മനുണ്ട്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഇവിടെയുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യത്തിലുള്ള വിശദീകരണം കേൾക്കുന്നത്. ഏതായാലും ചാണ്ടി ഉമ്മൻ ഈ കാര്യത്തിലെ വിശദീകരണം DCC പ്രസിഡന്റിനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.